കാസർഗോഡ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയ ശേഷം നാട്ടിൽ നടന്നിട്ടുള്ള മറ്റനേകം കാര്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് അക്രമം നടത്താൻ ലൈസൻസ് കിട്ടിയെന്ന് കോൺഗ്രസിന്റെ ക്രിമിനലുകൾ എഴിഞ്ഞാടിയിട്ടുണ്ട്. അതിനെ ഒന്നിനെയും ആരും തള്ളിപ്പറയുന്നത് കേട്ടില്ല. അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവരുടെ ഭാഗത്ത് എടുക്കുന്നത് കാണുന്നത്. പ്രോത്സാഹിപ്പിച്ചാലും സംരക്ഷിച്ചാലും ശരി, ശക്തമായ നടപടി അത്തരം അക്രമങ്ങൾക്കെതിരെയും ഉണ്ടാകും. കാരണം നിയമത്തിന്റെ വഴിക്ക് പോകും. അതിന് യാതൊരു വിധത്തിലുള്ള പക്ഷഭേദവും ഉണ്ടാവില്ല. തെറ്റ് ചെയ്തോ കുറ്റം കാണിച്ചോ അവർക്കെല്ലാം എതിരെ കർക്കശമായ നടപടിയായിരിക്കും പോലീസ് എടുത്തു പോവുക. നാം നാട്ടുകാർ, ബഹുജനങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. ആ സമാധാനം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട, രാജ്യത്തെ തന്നെ ഏറ്റവും നല്ല ക്രമസമാധാന നില നിലനിൽക്കുന്ന സംസ്ഥാനമാണിത്. ആ നില തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. എല്ലാ നല്ല കാര്യങ്ങൾക്കും നാടും നാട്ടുകാരും ഒപ്പം നിന്നിട്ടുണ്ട്. നാടിന്റെയും നാട്ടുകാരുടെയും പിന്തുണയാണ് ഞങ്ങളെ എല്ലാ അർത്ഥത്തിലും ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നാടിനോടും നാട്ടുകാരോടും ഉത്തരം പറയാൻ ബാധ്യതയുള്ളവരാണ് ഞങ്ങൾ എന്ന ബോധത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നാടിന്റെയും നാട്ടുകാരുടെയും മുന്നിൽ തലകുനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയും, നമ്മുടെ നാട് സ്വൈര്യവും സമാധാനവും നിലനിൽക്കുന്ന ഒരു നാടാക്കി എല്ലാതരം അക്രമങ്ങളെയും ശക്തമായി നേരിട്ട് മുന്നോട്ട് പോകുന്നൊരു നാടാവും. നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും അക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നമ്മുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. കൊലയാളികളെ, കുറ്റക്കാരെ സംരക്ഷിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. എല്ലാവരും തെറ്റ് ചെയ്ത എല്ലാവരും ശിക്ഷിക്കപ്പെടും. നാം നാട്ടുകാർ എല്ലാവരും സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. അത് ഉറപ്പുവരുത്തുന്ന നടപടികളാണ് തുടർന്നു വരുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. രാജ്യത്തെ ഏറ്റവും നല്ല ക്രമസമാധാന നിലയുള്ള സംസ്ഥാനമാണ് നമ്മുടേത്. അത് തുടരും. അതിന് എല്ലാവരുടെയും പിന്തുണ ആഗ്രഹിക്കുന്നു, പിന്തുണ ഉറപ്പിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ നില വരെ എത്തിച്ചത് നാട്ടുകാരാണ്, ജനങ്ങളാണ്. അവർക്ക് മുന്നിൽ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട്. അവരുടെ മുന്നിൽ തലകുനിച്ച് നിന്നുകൊണ്ട് തന്നെ സ്വൈര്യവും സമാധാനവും നിലനിർത്തി മുന്നോട്ട് പോകും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും പിന്തുണ അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നു. കൊലയാളികൾക്ക് സിപിഎമ്മിന്റെ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നാണ് മുഖ്യമന്ത്രി ആ ചടങ്ങിൽ പറഞ്ഞത്. തെറ്റ് ചെയ്തവർക്കും കുറ്റക്കാർക്കുമെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. അത് CPIM എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്തരം ആളുകൾക്ക് CPIM-ന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നതും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ചെയ്തത് ഹീനമായ കുറ്റമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ
ആ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും. സർക്കാർ എന്ന നിലക്ക് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന്. കൊലപാതകത്തിന് ശക്തമായ നടപടിയുണ്ടാകും. കാസർഗോഡ് ഇരട്ടക്കൊലപാതകം ഹീനം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകും, ഒരു തരത്തിലുള്ള സംരക്ഷണവും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. കാസർഗോഡ് കൊലപാതകത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹീനമായ കൃത്യമാണ് നടന്നത്. കൊലയാളികൾക്ക് പാർട്ടിയുടെ ഒരു തരത്തിലുമുള്ള പരിരക്ഷയും ഉണ്ടാവില്ല. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കാസർഗോഡ് പറഞ്ഞു. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. അത് CPIM എങ്ങനെ ഇത്തരം സംഭവങ്ങളെ കാണുന്നു എന്നതിന്റെ തെളിവാണ്. ഇത്തരം ആളുകൾക്ക് CPIM-ന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നതും സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിക്ക് വേണ്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ചെയ്തത് ഹീനമായ കുറ്റമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ആ കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകും. സർക്കാർ എന്ന നിലക്ക് ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന്. കൊലപാതകത്തിന് ശക്തമായ നടപടിയുണ്ടാകും. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, പെരിയ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായി കാസർഗോഡ് എത്തിയ മുഖ്യമന്ത്രി ആ വിഷയത്തിലൂന്നി തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? രേണുക, ഈ ഇരട്ടക്കൊലപാതകത്തിന് ശേഷം ആദ്യമായി കാസർഗോഡ് എത്തിയ മുഖ്യമന്ത്രി വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് ഈ കൊലപാതകത്തെ അപലപിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു പിന്തുണയും ഈ കൊല നടത്തിയ കുറ്റകൃത്യം നടത്തിയവർക്ക് ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CPM കൊലപാതകങ്ങളെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. ഒരു അവസരം കിട്ടിപ്പോയി, പാർട്ടിയെ ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് കരുതുന്നവർക്ക് അങ്ങനെ കരുതേണ്ട കാര്യമില്ല. കാരണം ഇത് ജനഹൃദയങ്ങളിലുള്ളൊരു പാർട്ടിയാണ്. മാത്രവുമല്ല, ഇത്തരം ഒരു പ്രസ്താവന, ഇത്തരം ചില അവസരങ്ങൾ കൊണ്ട് പാർട്ടിയെ തറപറ്റിക്കാനാകില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതേസമയം തന്നെ ഈ കൊലപാതകം ഏറ്റവും അപലപിക്കേണ്ടതാണ്, ഒരു അർത്ഥത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അദ്ദേഹം പറയുന്നു. ചില വീണ്ടു വിചാരമില്ലാത്ത ചിലർ നടത്തിയ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചത്. അവരോട് യാതൊരു സമീപനവും ഉണ്ടാവില്ല. ഒപ്പം തന്നെ ആ കൊലപാതകത്തിൻ്റെ പേരിൽ വ്യാപകമായ ആക്രമണം അവിടെ പ്രദേശത്ത് കോൺഗ്രസുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനെ ആരും അപലപിച്ച് കണ്ടില്ല. അവർക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാകും. ഈ സമൂഹത്തോട് അതിൻ്റെ ക്രമസമാധാനം നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വം ഉള്ളവരാണ് പാർട്ടി എന്ന് അദ്ദേഹം പറയുന്നു. ജനങ്ങളോട് ഉത്തരം പറയാനും പാർട്ടിക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് തലകുനിച്ച് തന്നെ ക്രമസമാധാനം നില കേരളത്തിൽ പുനഃസ്ഥാപിക്കും എന്ന് വ്യക്തമായി പറയാൻ താൻ ആഗ്രഹിക്കുന്നതായി മുഖ്യമന്ത്രി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ഏതായാലും കാസർഗോഡ് നടക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. ഇരട്ടക്കൊലപാതകം ഹീനം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്.